എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അറബ് ജ്യൂസിലെ യമനി ജൂതന്മാരെ കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. സബ്സ്ക്രൈബർ കൗണ്ട് കുറച്ച് കുറവാണ്. അപ്പോൾ അധികം പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അറബ് ജൂതരിലെ യമനി ജൂതരെ കുറിച്ചാണ് നമ്മൾ ഇത്തവണ സംസാരിക്കുന്നത്. ഈജിപ്തിലെ ഫറവോയുടെ കീഴിൽ വളരെയേറെ പീഡനങ്ങൾ സഹിച്ചിരുന്ന ഇസ്രയേൽ ജനത ദൈവദൂതനായ മോശയുടെ കീഴിൽ ഒന്നായി അണിനിരന്നു. പൂർണ്ണ വിശ്വാസത്തോടെ മോശയെ പിന്തുടർന്ന ഇസ്രയേൽ ജനതയെ കടൽ പുലർത്തി അദ്ദേഹം ഇക്കരയിലെത്തിച്ചു. അങ്ങനെ എത്തിയ ജനതയുമായി അദ്ദേഹം പതിറ്റാണ്ടുകൾ ആ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. ഈ യാത്രയിൽ വിശ്വാസത്തോടെ അദ്ദേഹത്തോടൊപ്പം ചേർന്നവരുമുണ്ട്, പാതി വഴിയിൽ കൂട്ടം തെറ്റി പോയവരുമുണ്ട്. ഈ കൂട്ടം തെറ്റലും രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, മടുത്ത് പിന്മാറിയവർ. രണ്ട്, മനഃപൂർവ്വം കൂട്ടത്തിൽ നിന്നും വഴിമാറി സഞ്ചരിച്ചവർ. സ്വന്തമായി മറ്റൊരു ജീവിതം കെട്ടിപ്പടുത്തു അവർ. മനഃപൂർവ്വം മാറിയവരും യാത്ര അലച്ചിൽ കൊണ്ട് മനം മടുത്ത് കൂട്ടം തെറ്റിയവരും അവരുടെ യാത്രാപഥങ്ങളിൽ കുടുംബമായും പിന്നീട് അതൊരു കൂട്ടമായും പിന്നീട് അതൊരു സമൂഹമായും അവസാനം അതൊരു ഗോത്രമായും പരിണമിച്ചു. പല ഗോത്രങ്ങളായും അത് വിഭജിക്കപ്പെട്ടു. അങ്ങനെ ഒരുപാട് ഗോത്രങ്ങൾ അന്ന് ജനവാസമില്ലാത്ത നാടുകളിൽ അവർ തീരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് രൂപീകരിച്ചു. ഇനി അവർ ഭീഷണി നേരിട്ട സ്ഥലങ്ങളിലാവട്ടെ അവർ മലമ്പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചു താവളമടിച്ചു. കാലക്രമേണ അവരിൽ നിന്നും കച്ചവടക്കാരും യാത്രികരും നാവികരും ഉയർന്നു വന്നു. ഇവരിൽ നിന്നും ഉയർന്നു വന്ന വാണിജ്യ സംഘങ്ങൾ കൂട്ടമായി ലോകത്തിന്റെ പലയിടങ്ങളിലേക്കും യാത്ര ചെയ്തു. ഈ യാത്രയിൽ അവരുപേക്ഷിച്ചു പോന്ന അവരുടെ യാത്രാ സംഘത്തെ അവരുടേത് പോലെ തന്നെ സംഘടിത ശക്തിയായി മാറിയ സമൂഹമായി ലോകത്തിന്റെ പല ഭാഗങ്ങൾ ഇവർ കണ്ടെത്തി. അതിൽ ജെറുസലേമിലും ജോർദാനിലും സിറിയയിലും പേർഷ്യയിലും ഇന്ത്യയിലും ഇങ്ങേയറ്റത്തെ കേരളത്തിൽ വരെ അവരുണ്ടായിരുന്നു. അന്ന് വാണിജ്യ സംഘങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നത് ചരക്കുകൾ മാത്രമായിരുന്നില്ല, മറിച്ച് വാർത്തകളും കൂടിയായിരുന്നു. ഇങ്ങനെ കിട്ടിയ വാർത്തകളിൽ അവർ എവിടെ എങ്ങനെ ജീവിക്കുന്നുവെന്നും അവർ നേരിട്ട വെല്ലുവിളികളെക്കുറിച്ചും അവർ നേടിയ അവസരങ്ങളെക്കുറിച്ചും എല്ലാം ഉൾപ്പെട്ടിരുന്നു. ഇതെല്ലാം അതാത് പ്രദേശത്തെ സംസ്കാരത്തിനനുസരിച്ച് അവർ ശിലാലിഖിതങ്ങളായും ചുരുളുകളായും സൂക്ഷിച്ചു പോന്നു. വാണിജ്യ സംഘങ്ങൾ എന്ന് പറയുമ്പോൾ ഉൽപാദനം തുടങ്ങി മധ്യവർത്തികൾ, കച്ചവടക്കാർ വരെ അതിൽ കണ്ണികളായിരുന്നു. അങ്ങനെ നമ്മുടെ നാട്ടിലെ പ്രശസ്ത ഒരു ജൂത വിഭാഗമായിരുന്നു കൊച്ചിൻ ജൂതന്മാർ. സ്വാഭാവികമായും സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു ഇവരുടെ പ്രധാന കൃഷി. തീരപ്രദേശത്ത് തുടങ്ങി അന്ന് സഹ്യപർവ്വത നിര വരെ നീണ്ടുകിടക്കുന്ന വളരെ വിസ്തൃതമായൊരു വലിയൊരു വാണിജ്യ സംഘടിത ശക്തിയായിരുന്നു ജൂതന്മാർ. ഇവർ പ്രധാനമായും ചെയ്തിരുന്നത് വ്യാപാരം തന്നെയായിരുന്നു. യമനിലെയും ഈജിപ്തിലെയും അവരുടെ തന്നെ വംശത്തിലും കുടുംബത്തിലും പെട്ട ജൂതന്മാരുമായി ആ ഒരു വ്യാപാര ബന്ധം വളരെ ശക്തമായിരുന്നു. കേരളത്തിലെ ജൂതർക്ക് 22 തലമുറ മുൻപ് യമനിലെ ജൂതന്മാരുമായിട്ടുള്ള ബന്ധം വെളിവാക്കുന്ന DNA അനാലിസിസ് റിപ്പോർട്ട് അതിൽ സാധൂകരിക്കുന്നുണ്ട്. ഈ DNA അനാലിസിസ് റിപ്പോർട്ട് പ്രകാരം 22 തലമുറ മുമ്പ് യമനിൽ നിന്നും ഡയറക്റ്റ് ഒരു ബന്ധം ഇവർക്ക് കാണിക്കുന്നുണ്ട്. ഇത് ശരിവെക്കുന്ന DNA അനാലിസിസ് റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ലഭിക്കുന്നതാണ്. ബാക്കി അവരുടെ വംശപരമ്പര കടപ്പെട്ടിരിക്കുന്നത് സഫാഡി ജൂതന്മാരോടും യൂറോപ്യൻ ജൂതരോടുമാണ്. വളരെ കുറച്ച് മാത്രം ബന്ധമേ അഷ്കിനാസി ജൂതന്മാരോട് ഇവർക്കുള്ളൂ. കേരളത്തിലെ ആദ്യകാല ക്രിസ്ത്യാനികളിൽ ഭൂരിഭാഗവും ഇങ്ങനെ ജൂതർ മതം മാറിയവരാണ് എന്ന് പറഞ്ഞതിന്, അതും ഇന്ന് സമൂഹത്തിൽ ലഭ്യമായിട്ടുള്ള റെഫറൻസ് അടക്കം നിരത്തി പറഞ്ഞിട്ടും ചില ആളുകൾക്ക് അത് ദഹിക്കുന്നില്ല. എന്താണ് അവരുടെ പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരു കമന്റ് തന്നെ വന്നത് ഇങ്ങനെയാണ്: AD 52 തോമസ് ലഹ കേരളത്തിൽ വന്നതിന് മാർപ്പാപ്പ തെളിവ് ചോദിച്ചത്രേ. തിരിച്ചൊരു ചോദ്യം മറ്റുള്ളവരും ഉന്നയിക്കുന്നുണ്ട്: തോമസ് ലഹ വന്നില്ല എന്നുള്ളതിന് തെളിവുണ്ടോ എന്നാണത്. ആർക്കാണ് ഇവിടെ ഇത്ര അസഹിഷ്ണുത ഒക്കെ ഇതിനുണ്ടാവുന്നത്? ഓരോരുത്തരും അവരവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല. ഒരു വിഭാഗത്തിന്റെ, അതായത് ഒരു മതവിശ്വാസത്തിലെ ഒരു വിഭാഗത്തിന്റെ വിശ്വാസത്തെ അതേ മതത്തിൽപ്പെട്ട മറ്റൊരു വിഭാഗം എതിർക്കുന്നത് എന്തിനാണെന്ന് എനിക്കും മനസ്സിലായിട്ടില്ല. അതിൽ ഇപ്പോൾ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയാണ്, ഇതിൽ മുസ്ലിങ്ങളിൽ സുന്നി ഷിയയും വരും, ക്രിസ്ത്യാനികളിൽ ഈ വിഭാഗങ്ങളും വരും.
ഓരോരുത്തരും മറ്റുള്ളവന്റെ വിശ്വാസം പിന്തുടരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, മറിച്ച് ഒരു ബഹുമാനമൊക്കെ കൊടുക്കാം. എൻ്റെ കമന്റ് ബോക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്ര കാര്യമായിട്ടില്ല എന്ന് കരുതണ്ട. കമന്റ് ബോക്സിൽ സ്ട്രിക്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കഴിഞ്ഞ് വരുന്ന കമന്റുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് കൂടാതെ ഓട്ടോമാറ്റിക്കായി ഹോൾഡ് ആവുന്ന കമന്റുകളുണ്ട്. അവ ഡിലീറ്റ് ചെയ്യാറാണ് പതിവ്. ഏകദേശം വംശീയ വിദ്വേഷം വിളമ്പിയ 15 ആളുകളെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്ത കാര്യം അവർ പറയുന്നത്, ഞാൻ ഇനി ചെയ്യേണ്ട കാര്യമായിട്ട് അവർ പറയുന്നത്, ക്രിസ്ത്യാനികൾ തന്നെ മറ്റുള്ള വിഭാഗങ്ങൾക്ക് ജൂതന്മാരുമായിട്ടുള്ള ബന്ധം പറയുന്നില്ല എന്നാണ്. തെളിവ് കിട്ടിയാൽ തീർച്ചയായിട്ടും പറയും. എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ, നമുക്ക് വെറുതെ എന്തെങ്കിലും വായത്തൊന്ന് വിളിച്ചു പറയാൻ പറ്റുമോ? ചെറിയൊരു റെഫറൻസ് കിട്ടിയാൽ പോലും ഞാനത് പറയാറുണ്ട്. ജാതി, മതം എന്നിവ ഒന്നും എനിക്ക് വിഷയമല്ല. അത് നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ മറ്റു വീഡിയോസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവരും ആദാമിന്റെ സന്തതികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. യമനി ജൂതർ ലോകത്ത് എവിടെയും കാര്യമായി വിഷയമാക്കപ്പെടാത്ത ഒരു ചരിത്രമാണ് അവർക്കുള്ളത്. യമനി ജൂതർ 1-ാം നൂറ്റാണ്ടിന് മുമ്പേ തന്നെ സോളമൻ ചക്രവർത്തിയുടെ കാലത്തോളം പഴക്കമുള്ളതാണ് യമനി ജൂതരുടെ കഥയും. പ്രധാനമായും ഇന്ത്യയിൽ നിന്നും കിഴക്കൻ ഏഷ്യയിൽ നിന്നും വന്നിരുന്ന ചരക്കുകൾ ഭൂരിഭാഗവും കൈകാര്യം ചെയ്തിരുന്നത് യമനിലെ ജൂത വ്യാപാരികളായിരുന്നു. യമനി ജൂതന്മാർ പൊതുവെ കിഴക്കൻ ജൂതന്മാരായി കണക്കാക്കപ്പെട്ടിരുന്നു. എങ്കിലും അവർ മറ്റ് മിസ്രാഹികളിൽ നിന്നും വ്യത്യസ്തരാണ്. സെഫാഡിക് ജൂതന്മാരുടെ മതനിഷ്ഠയോടും ആചാരങ്ങളോടുമാണ് കൂടുതൽ യമനികൾക്ക് സാമ്യമുള്ളത്. ജൂതന്മാരിലെ ഷാമി എന്നൊരു ഉപവിഭാഗം സെഫാഡിക് ആചാരങ്ങൾ സ്വീകരിച്ചു. എങ്കിലും അത് മൊത്തത്തിലുള്ള ഒരു യമനി ജൂതന്മാരെ സ്വാധീനിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. BC 110 യമനിൽ സ്ഥാപിതമായ ഹിമ്യാറൈറ്റ് രാജ്യത്തിന്റെ ഭരണകാലത്തെ യമനിലെ ജൂതന്മാരെ പരാമർശിക്കുന്ന രേഖകൾ ലഭ്യമായിട്ടുണ്ട്. അതും ശിലാലിഖിതങ്ങളായിട്ടും ലഭ്യമായിട്ടുണ്ട്. 2-ാം നൂറ്റാണ്ടിലെ പുരാതന ദക്ഷിണ അറേബ്യൻ ലിപിയിലുള്ള വിവിധ ലിഖിതങ്ങളിൽ ഹിമ്യാറൈറ്റ് രാജാക്കന്മാർ നിർമ്മിച്ചു കൊടുത്ത സിനഗോഗുകളെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. AD 132 ബാർ കൊക്ബെ കലാപത്തിന് ശേഷം റോമൻ ജൂഡിയായിൽ നിന്നും യമനിലേക്ക് ഒരുപാട് ജൂത കുടിയേറ്റം നടന്നിട്ടുണ്ട്. അതും ഈ കാലഘട്ടം എന്നൊക്കെ പറയുന്നത് യമൻ ലോകത്ത് തന്നെ സമ്പന്നമായിരുന്നു. അത് വ്യാപാരത്തിനായാലും നാവിക ഇതിനൊക്കെ സമ്പന്നമായിരുന്നു. സുഗന്ധദ്രവ്യങ്ങളുടെ വ്യാപാരത്തിലൂടെയാണ് ഇവർ വളരെയേറെ ഫേമസ് ആയത്. അങ്ങനെ ഒരു നഗരം കൂടിയായിരുന്നു ആ സമയത്ത് യമൻ വരുന്നത്. AD 380 ആയപ്പോൾ ഹിമ്യാറൈറ്റ് രാജ്യം റഹ്മാനാൻ എന്നൊരു ഒറ്റ വാക്കാണ് ദൈവത്തെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിച്ചത്. അപ്പൊ AD 380 ഇവർ ദൈവത്തെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിച്ച വാക്കാണ് റഹ്മാനാൻ എന്നുള്ളത്. അപ്പോൾ ഇത് വെളിവാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഒന്നുകിൽ യഹൂദ മതമോ അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൻ്റെയോ വളരെ ശക്തമായ ഒരു സ്വാധീനം ഇവിടെ ഉണ്ടായിരുന്നിരിക്കാം എന്നതാണ്. സുഗന്ധദ്രവ്യങ്ങളുടെയും മറ്റും വിപണനം മൂലം സമ്പന്നമായിരുന്ന യമൻ, ആഫ്രിക്ക, ഇന്ത്യ, കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിലേക്കുള്ള വ്യാപാര പാതയുടെ ഒരു അവിഭാജ്യ ഘടകം കൂടിയായിരുന്നു. അതായത് ഒരു മധ്യവർത്തികൾ എന്ന് പറയില്ലേ, മധ്യവർത്തികളായിട്ടും യമൻ തുറമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫേമസ് ആയിരുന്നു ആ സമയത്ത്. അറേബ്യയുടെ തെക്കൻ ഭാഗത്ത് എണ്ണത്തിലും വ്യാപാരത്തിലും ഒന്നാമതായിരുന്നു ഈ സമയത്ത് യമനി ജൂതന്മാർ. അപ്പൊ യമനി ജൂതന്മാരുടെ ഈ സാന്നിധ്യത്തെ യമനിലെ ബാക്കിയുള്ള ഗോത്രങ്ങൾ ആരും എതിർക്കുന്നൊന്നുമില്ല. കാരണം ആ സമയത്തപ്പോൾ യമനികൾ അല്ലെങ്കിൽ യമനി ജൂതന്മാർ യമനിലെ മറ്റുള്ള ഗോത്രങ്ങൾക്കിടയിൽ ഒരു വംശീയപരമായിട്ടുള്ള ഒരു വേർതിരിവൊന്നും അനുഭവിച്ചിരുന്നില്ല എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. മേൽ പറഞ്ഞ ഹിമ്യാറൈറ്റ് രാജവംശം AD 390 ജൂതമതം ഔദ്യോഗിക മതമായിട്ട് സ്വീകരിക്കുന്നുണ്ട്. അത് ഈ അറേബ്യൻ തീരത്ത് നിന്നും വടക്കോട്ട് അവർ ഒരു സൈനിക പ്രചാരണം അതിനു മുമ്പ് നടത്തുന്നുണ്ട്. അതേസമയം പരിക്ക് പറ്റി കിടക്കുന്നുണ്ട് ഈ രാജാവ്. ഈ യുദ്ധത്തിൽ പരിക്ക് പറ്റി കിടക്കുന്ന സമയം കാബ്, അസദ് എന്നീ 2 പ്രാദേശിക ജൂത പണ്ഡിതന്മാര് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മിക്കവാറും പേരും വൈദ്യത്തിലും അവര് കുറച്ച് ഫേമസ് ആയിരുന്നു. അങ്ങനെ ഈ ജൂത പണ്ഡിതന്മാർ ഈ അബൂ കരീബ് രാജാവിനെ കണ്ട് ചികിത്സിക്കുകയും അദ്ദേഹത്തെ മാനസികമായിട്ട് പരിപോഷിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മാനസികമായ ഒരു സപ്പോർട്ട് കിട്ടിയ അബൂ കരീബ് രാജാവ് ഇതിലോട്ട് ജൂതമതത്തിലോട്ട് ആകർഷണനാവുകയും തുടർന്ന് ജൂതമതം പഠിച്ച് അദ്ദേഹം ജൂതരായി മാറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ മതം മാറ്റുകയും AD 390 അദ്ദേഹം മതം മാറുന്നത്. തുടർന്ന് അദ്ദേഹത്തിന്റെ സൈന്യവും ജനങ്ങളും രാജാവിന്റെ പാത പിന്തുടർന്ന് മതം മാറിയിടും. AD 4-5 നൂറ്റാണ്ടുകളിൽ അറേബ്യൻ ഉപദ്വീപിലെ പ്രധാന ശക്തിയായിരുന്നു
ഈ ഒരു ഹിമ്യാറൈറ്റ് രാജവംശം, ഈ രാജാവും ഈ ജൂതന്മാരും യമനി ജൂതന്മാരൊക്കെ ഇതേ കാലത്തുള്ള ലിഖിതങ്ങളിൽ നിന്നും, അതും എബ്രായ സബായ ഭാഷകളിൽ ഇസ്രയേൽ ജനതയെ സഹായിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്തതിന് രാജവംശത്തെ സ്തുതിക്കുന്ന വരികളും ഈ ശിലാലിഖിതങ്ങൾ ആയിട്ടും നമുക്ക് തെളിവുകളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം യമന്റെ പാരമ്പര്യത്തിലുള്ളതാണ്. ഇതെല്ലാം റെഫറൻസ് വരുന്നത് വിക്കിപീഡിയയും വെൽക്കം ടു ഇസ്രയേലും യമനി ജ്യൂസ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റ് തന്നെയുണ്ട് കേട്ടോ. ഇതെല്ലാം ഗൂഗിളിൽ DNA അനാലിസിസ് റിപ്പോർട്ടും ഉണ്ട്. ഇനി ഉള്ളത് അബു നുവാസിനെ കുറിച്ചാണ്. AD 516 ഒരു ഗോത്രകലാപം പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. അതിൽ നിരവധി ഗോത്ര പ്രമാണിമാരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഈ അധികാരത്തിനായിട്ടാണ് ഇവർ പോരാടുന്നത്. അതിൽ പ്രധാനിയായിരുന്നു ജോസഫ് ദുനുവാസും കൂടാതെ യൂസുഫ് ഹസറും യഥാറുമായിരുന്നു. അപ്പോൾ വരേണ്യ വർഗത്തിൽപ്പെട്ടവരായിരുന്നു ഇവർ. ഗ്രീക്ക് എത്യോപ്യൻ വിവരങ്ങൾ പ്രകാരം ഇവരെ ജൂത തീവ്രവാദിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ചിലർ പറയുന്നത് അദ്ദേഹം മതം മാറിയ ജൂതനാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ യൂസുഫ് ഹസർ ഈ പ്രക്ഷോഭ കാലത്ത് ജനങ്ങൾക്ക് മുമ്പാകെ ഒരു ഓഫർ വെക്കുന്നുണ്ട്. ഒന്നുകിൽ ക്രിസ്തുമതം വിട്ട് യഹൂദമതം തിരഞ്ഞെടുക്കാം, ഇല്ലെങ്കിൽ മരിക്കാം. അപ്പോൾ തുടർന്ന് അതിന് തയ്യാറാവാത്ത 20,000 ക്രിസ്ത്യാനികളെയാണ് ഇവർ കൂട്ടക്കൊല ചെയ്യുന്നത്. ദക്ഷിണ അറേബ്യയിലെ വിവിധ പ്രദേശങ്ങളിലേക്കുള്ള ജൂതന്മാരുടെ വരവിനെ കുറിച്ച് നിരവധി വിവരണങ്ങളും എന്താ പറയുക പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെട്ട കുറെ വാമൊഴികളൊക്കെ ഉണ്ട്. അതിലൊന്ന് സൂചിപ്പിക്കുന്നത് സോളമൻ രാജാവ് ജെറുസലേമിലെ തന്റെ ക്ഷേത്രം അലങ്കരിക്കാൻ സ്വർണവും വെള്ളിയും വാങ്ങാൻ ജൂത നാവിക വ്യാപാരികളെ യമനിലേക്ക് അയച്ചു എന്നാണ്. അപ്പോൾ അതിൽ നിന്നും തന്നെ വ്യക്തമാവും സോളമൻ രാജാവിന്റെ കാലത്ത് എത്ര ശക്തമായിരുന്നു ഇവരെന്ന കാര്യം. അപ്പോൾ സോളമൻ രാജാവ് അയക്കുന്നത് ജൂത വ്യാപാരികളെയാണ്, അതും ജൂത നാവികരെയാണ് അയക്കുന്നത് ഈ സംഭവങ്ങളൊക്കെ യമനിൽ നിന്ന് കൊണ്ടുവരാനായിട്ട്. ഷേബ രാജ്ഞി സോളമൻ രാജാവിനെ സന്ദർശിച്ച ശേഷം യമൻ ഗോത്രങ്ങൾ യഹൂദമതം സ്വീകരിച്ചു എന്ന് മറ്റൊരു ഐതിഹ്യവും നിലവിലുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ പോലും സന്നായിൽ, ഈ സന എന്ന് പറഞ്ഞാല് യമന്റെ തലസ്ഥാന നഗരമാണ്, സനായിൽ 7000-ലധികം ജൂതന്മാരുണ്ടായിരുന്നു. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ പോലും ഒരു തലസ്ഥാന നഗരിയിൽ 7000 ജൂതന്മാരെന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ശക്തി കേന്ദ്രമായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനി വരുന്നത് യമനി ജൂതരുടെ കുടിയേറ്റോട് 1900-ങ്ങൾക്ക് മുമ്പ് തന്നെ കാൽനടയായും കടൽ വഴിയും ഒരു വിശുദ്ധ പാത എന്നുള്ള രീതിയിൽ ഇവർ കുടിയേറ്റം, ജെറുസലേമിലേക്കുള്ള കുടിയേറ്റം ഇവർ ആരംഭിച്ചിരുന്നു. അപ്പോൾ ജെറുസലേമിലോട്ട് യാത്ര ചെയ്യുകയും തുടർന്നത് കുടിയേറ്റമായി മാറുകയുമാണ് ഉണ്ടായത്. സയനിസത്തിന്റെ ആവിർഭാവത്തിന് മുമ്പായിരുന്നു യമനി ജൂതർ ഇസ്രയേലിലേക്ക് കുടിയേറി പാർത്തത്. 1914 വരെ ആയിരുന്നു ഇത് വളരെ ശക്തമായിരുന്നു. അതിനുശേഷം ഈ ലോകമഹായുദ്ധകാലം ഒക്കെ ആ ടൈമിലൊക്കെ ഇത് കുറച്ചൊന്ന് സ്ലോ ആയി, യുദ്ധം കഴിയുമ്പോൾ തന്നെ ഒന്ന് സ്ലോ ആവുന്നുണ്ട്. കാരണം ബ്രിട്ടീഷുകാർ ഇടപെട്ട് ഒന്ന് സ്ലോ ആക്കുന്നുണ്ട്. 1891 ജെറുസലേമിലേക്ക് കുടിയേറിയ റബ്ബി അബ്രഹാം അൽ നദ്ദാഫ് അദ്ദേഹത്തിന്റെ ആത്മകഥയില് ഈ പുതിയ വഴിയാത്രക്കാരെയും ഈ പുതിയ കുടിയേറ്റക്കാരെയും ഉൾക്കൊള്ളാനായിട്ട് ഹോസ്റ്റലറി എന്നാണ് അവർ പറയാ, നമ്മുടെ ഹോസ്റ്റലും ഹോട്ടലൊക്കെ ഇല്ലേ, അതുപോലുള്ള സംവിധാനമാണ്. അതായത് ഒരുപാട് ആളുകൾ കൂട്ടമായി ജീവിക്കുന്ന ഒരു സ്ഥലം എന്നേ അതിനർത്ഥമുള്ളൂ, വേറെ അർത്ഥമൊന്നുമില്ല. അപ്പോൾ ഇതിനൊരു സൗകര്യം, താമസ സൗകര്യം ഇല്ലാതിരുന്ന അവരുടെ പുതിയ രാജ്യത്ത് ഈ ജൂത സമൂഹം നേരിടുന്ന ബുദ്ധിമുട്ടുകളൊക്കെ സമയം വിവരിക്കുന്നുണ്ട്. മറുവശത്താണെങ്കിൽ സെഫാഡി ജൂതന്മാരുടെ സെമിനാരിയിൽ ജെറുസലേമിൽ കാൽ കുത്തിയ നിമിഷം മുതൽ യമനി ജൂതര് അവരുടെ കാൽ കീഴിലാക്കാനാണ് ഈ സെഫാഡിക് ജൂതന്മാർ ശ്രമിക്കുന്നത്. അപ്പോൾ വംശീയ വിദ്വേഷം എല്ലാ കാലത്തും എല്ലാ കൂട്ടങ്ങൾക്കിടയിലുണ്ട്. അതിവിടെ ഹിന്ദു മതത്തിലും ഇസ്ലാം മതത്തിലും ക്രിസ്തു മതത്തിലും മാത്രമല്ല ജൂതന്മാർക്കിടയിലുണ്ട്. വെളുത്തവനും കറുത്തവനും, ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ വെളുത്ത ജൂതനും കറുത്ത ജൂതനും ഉണ്ടായിരുന്നു. അതെല്ലാം വളരെ ശക്തമായിട്ടുള്ളൊരു വംശീയ വിദ്വേഷം കലർന്ന രീതിയിൽ തന്നെയായിരുന്നു. വെളുത്ത ജൂതനും കറുത്ത ജൂതർക്കും തമ്മിൽ ഇടയിൽ വിവാഹബന്ധം പോലും നിഷിദ്ധമാക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ സെഫാഡിക് ജൂതന്മാർ, അപ്പൊ പൊതുവെ യമനി ജൂതന്മാർ കറുത്ത ജൂതന്മാരാണെന്ന് അറിയപ്പെടാം. കാരണം നമ്മുടെ നാട്ടിലൊരു ബ്രൗൺ സ്കിൻ കളറൊക്കെയാണ് അവർക്ക് വരാം. അപ്പൊ അതിന്റെ പേരിൽ തന്നെ കറുത്ത ജൂതർ നായിക്കുള്ള അവർ അറിയപ്പെട്ടിരിക്കുക. അവർ തഴയപ്പെട്ട വിഭാഗമായിരുന്നു സെഫാഡി ജൂതന്മാർക്കിടയിൽ. അപ്പോൾ ഇവര് വാങ്ങുന്ന ഐറ്റംസ് ഒക്കെ ഇല്ലേ, ഇപ്പോൾ അപ്പുണ്ടാക്കുമ്പോൾ പുളിയില്ലാത്ത അപ്പുണ്ടാക്കണം എന്നാണ്. പക്ഷെ ഇവര് ഭൂരിപക്ഷമുള്ള കേന്ദ്രങ്ങളിൽ ഇവർ അപ്പം ഉണ്ടാക്കണം, ഏതപ്പം കഴിക്കണം, ഇനി ഇവരുടെ ശിരോവസ്ത്രം എങ്ങനെ ഇരിക്കണം, ഇതൊക്കെ തീരുമാനിക്കുന്ന ഒരു കാര്യങ്ങളിലോട്ട് വരെയും സെഫാഡി ജൂതന്മാർ ഇടപെട്ട് തുടങ്ങി. അപ്പോൾ അവരുടെ കാൽ കീഴിലാക്കാനാണ് ഇപ്പോൾ പൊതുവെ ശ്രമിച്ചിട്ടുള്ളത്.
അവർ പൊതുവെ യമനി ജൂതരോട് വിവേചനം കാണിക്കുവാൻ തുടങ്ങി. അവർ എന്തുപയോഗിക്കണം, ഉപയോഗിക്കാൻ പാടില്ല എന്നിവയിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് ഒരുപാട് ഓവറായിട്ട് റെസ്ട്രിക്ഷൻസ് വരുമ്പോൾ ഈ സെമിനാരി എന്ന് പറയാ, സെമിനാരിയിലോട്ട് ഒരു നിശ്ചിത എമൗണ്ട്, ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഈ പള്ളിയിലോട്ടൊക്കെ മാസ വരിസംഖ്യ അല്ലെങ്കിൽ വാർഷിക വരിസംഖ്യ അടയ്ക്കുന്ന പരിപാടി, ഇപ്പോ ഓരോ സംഘടനകളിലോട്ടും അടയ്ക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ സെഫാഡി ജൂതന്മാര് കൈകാര്യം ചെയ്തിരുന്ന സെമിനാരിയിലോട്ട് അടയ്ക്കേണ്ട തുക, ഈ തുക സെഫാഡി ജൂതന്മാരെക്കാൾ കൂടുതലായിരുന്നു യമനി ജൂതന്മാര് അടയ്ക്കേണ്ടത്. അപ്പൊ അതൊക്കെ കുറച്ച് പ്രശ്നങ്ങളാണെന്നുണ്ട് ആ കാലത്തില്. 1910 ആയപ്പോഴേക്കും യമനികൾ സെഫാഡി ജൂതന്മാരുടെ സെമിനാരി വിട്ട് അവര് ഒന്ന് സ്വതന്ത്രരാവുന്നുണ്ട്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് 1906 തുടങ്ങി 1914 വരെ തുടർന്നുള്ള മറ്റൊരു തരംഗം ഉണ്ടാവുന്നുണ്ട്. നൂറുകണക്കിന് യമനി ജൂതന്മാർ വിശുദ്ധ ഭൂമിയിലേക്ക് കുടിയേറി കാർഷിക വാസസ്ഥലങ്ങളിൽ താമസമാക്കാൻ തീരുമാനിക്കുന്നുണ്ട്. ഈ പ്രസ്ഥാനങ്ങൾക്ക് ശേഷം ആണ് ലോക സയനിസ്റ്റ് സംഘടന ജൂതന്മാരെ പലസ്തീനിലേക്ക് കുടിയേറുന്നത് പ്രോത്സാഹിപ്പിക്കാൻ ആയിട്ട് യമനിലേക്ക് വീണ്ടും അയക്കുന്നത്. അപ്പോൾ യമനിൽ നിന്ന് ഓൾറെഡി കുടിയേറ്റമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനൊരു എന്താ പറയാ, ഒരു സംഘടിതമായിട്ടുള്ളൊരു മാനം ഉണ്ടായിരുന്നില്ല. കുറച്ച് പേര് വിശുദ്ധ യാത്രയിലൂടെ വരാം, അവർ പിന്നെ കുടിയേറാൻ മാത്രമായിട്ട് വരാം. ആ വന്നവര് സെഫാഡിക് ജൂതന്മാരുടെയും ബാക്കിയുള്ള വരേണ്യവർഗത്തിൽപ്പെട്ട ജൂതന്മാരുടെയും പീഡനങ്ങൾ അനുഭവിക്കുക, അവിടെ കഴിഞ്ഞു പോരാന്നൊക്കെ ആയിരുന്നു. പക്ഷെ സയനിസ്റ്റ് സംഘടനകള് കുറച്ചും കൂടി ശക്തമായിട്ട് ആളുകളെ കൊണ്ടുവരാൻ തുടങ്ങുന്നുണ്ട്. അത് ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് കൊണ്ടുവരാൻ തീരുമാനിക്കുന്നത്. അപ്പോ ഷമുവൽ യൗലീനി ആണ് അതിനായിട്ട് അവർ നിയോഗിക്കുന്നത്. അതൊരു റബ്ബിയാണ്, അദ്ദേഹത്തിന്റെ പേരാണ് ഷമുവൽ യൗലീനി എന്ന് പറഞ്ഞാല്. 1911 യമനിലെത്തിയ യൗലീനിയുടെ ശ്രമഫലമായി 1000 ജൂതന്മാര് മധ്യ തെക്കൻ യമൻ വിട്ട് ഈ കുടിയേറ്റം നടത്തുന്നുണ്ട്. അപ്പൊ ഈ കുടിയേറ്റം വെറുതെ ഒന്നല്ല, കുടിയേറ്റം നടത്തുന്നത്, കുടിയേറ്റത്തിന് മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ട്. കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്യാനുള്ള തൊഴിലാളികളെ ഇറക്കുമതി ചെയ്യുക എന്നതും കൂടിയായിരുന്നു ഇതിന്റെ ലക്ഷ്യം. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ബംഗാളികളൊക്കെ വരുന്നത് പോലെ തന്നെ കുറഞ്ഞ കൂലിക്ക് ആളെ കിട്ടുന്നുണ്ടായാലും ഏത് കാലത്തായാലും ആളുകൾ അവരെ അപ്രോച്ച് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് മതത്തിന്റെ ഒരു മാനദണ്ഡം കൂടി കൊടുക്കുമ്പോൾ ഈ കുടിയേറാൻ പൈസ ഇല്ലാത്തവർക്കും ഇവർ പൈസ കൊടുത്ത് കുടിയേറ്റം നടത്തും. അതിന് മെയിൻ കാരണം ഉണ്ടായത് ഇതായിരുന്നു, കുറഞ്ഞ വിലക്ക് എന്താ പറയുക ജോലികൾ ചെയ്യാൻ ആളെ കിട്ടുക എന്നുള്ളത്. 1912 1918 ഇടയിൽ എത്തിയവരിൽ അകാല മരണനിരക്ക് കൂടുതലായിരുന്നു. കാരണം ഇതിന്റെ ഉദാഹരണമായി പറയുന്നത്, ഇവരെഴുതിയ ലെറ്റേഴ്സ് ഒക്കെ ഇതിന്റെ ഉദാഹരണമായി പറയുന്നുണ്ട്. കാരണം ഈ യമനികൾ മരുഭൂമിയിൽ കൃഷി ചെയ്യാൻ മിടുക്കന്മാരായിരുന്നു. മലമ്പ്രദേശത്ത് മരുഭൂമിയിൽ ഇവർ കൃഷി ചെയ്യാൻ പൊതുവെ മിടുക്കന്മാരായിരുന്നു. അപ്പൊ നമ്മീ കാണുന്നത് പോലെ സായിപ്പന്മാരായിട്ടുള്ള ജൂതന്മാർ വന്നിട്ടല്ല അവിടെ കൃഷി ചെയ്തത്. പാവപ്പെട്ട പിന്നോക്കം നിന്നിരുന്ന യമനിലെയും മറ്റ് ആഫ്രിക്കയിലെയും ജൂതന്മാരാണ് അവിടെ കാർഷിക തൊഴിലാളികളായിട്ടുണ്ടായിരുന്നത്. കാരണം അവിടുത്തെ ചൂട് സഹിക്കാനായിട്ട് അവർക്കായിരുന്നു കൂടുതൽ, ജനിതകപരമായിട്ടുള്ള പ്രത്യേകതകൾ മൂലവും അവർക്ക് കൂടുതലായിട്ട് ചൂട് സഹിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ തന്നെ ഇവരെയാണ് അങ്ങോട്ട് കുടിയേറാൻ പ്രോത്സാഹിപ്പിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ അവർ ഇറക്കുമതി ചെയ്യായിരുന്നു, തൊഴിലാളികളെ ഇറക്കുമതി ചെയ്യായിരുന്നു. അപ്പൊ ഈ മതത്തിന്റെ പേര് പറയുമ്പോൾ കുറച്ചും കൂടിയും ആളുകളെ കിട്ടും ഇവർക്ക്. 1912 18 ഇടയിൽ എത്തിയവരും മരണനിരക്ക് കൂടുതലായിരുന്നു പറഞ്ഞല്ലോ. അത് 30% ലോക്കൽ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ലോക്കൽ ഏരിയയില്. പക്ഷെ ടൗൺഷിപ്പിൽ അത് 50% ഇവരുടെ മരണനിരക്ക്. 2020 ഓഗസ്റ്റ് മാസം അവശേഷിക്കുന്ന 100 യമനി ജൂതരിൽ 42 പേര് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക് കുടിയേറുന്നുണ്ട്, അതായത് UAE കുടിയേറുന്നുണ്ട്. ബാക്കിയുള്ളവരും ഉടൻ തന്നെ ഇസ്രായേലിലോട്ട് എത്തിച്ചേരുമെന്നുള്ള രീതിയിലുള്ള ലേഖനങ്ങൾ നിലവിൽ ഇപ്പോഴും ലഭ്യമാണ്. 2009 BBC ചെയ്തൊരു ഡോക്യുമെന്ററിയിലും ഇവരിങ്ങനെ പോണ കാര്യമൊക്കെ പറയുന്നുണ്ട്. പിന്നീട് വന്ന റിപ്പോർട്ടിൽ ജൂതരുടെ എണ്ണം വീണ്ടും കുറയുന്നുണ്ട്. പക്ഷെ അത് ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. കാരണം 42 പേരാണ് ഔദ്യോഗികമായി കുടിയേറപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നത്. അവസാനം അവിടെ മരിച്ച ആളുടെ പേര് യഹിയെ ബെൻ യോസഫ് എന്നാണ്. 4 പേര് കൂടി ജീവിച്ചിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടും കൂടി ഉണ്ട്. ഇതില് യഹിയെ ബെൻ യോസഫ് ഒരു ചെറിയ പ്രശ്നത്തിന്റെ അനന്തരവനെന്തോ ഒരു ചെറിയൊരു കേസിൽ പെട്ടിരുന്നു. അങ്ങനെയാണ് ബാക്കി 4 ജൂതന്മാർ ജീവിച്ചിരിക്കുന്നുള്ള റിപ്പോർട്ടൊക്കെ കിട്ടുന്നത്. കാരണം തോറയുടെ ചുരുളുകൾ കടത്താൻ ശ്രമിച്ചതെന്ന് പറഞ്ഞു ഹൂതി മിലീഷ്യകളാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഹൂത്തികള് യമനിലെ സർക്കാരും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയമായിരുന്നു. അപ്പൊ ആ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നീട് അമേരിക്കൻ ഗവൺമെന്റ് ഇടപെട്ട് അത് മധ്യസ്ഥത ഒക്കെ വഹിച്ച് അവരെ
ഇവിടേക്ക് കുടിയേറാനായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ UAE കുടിയേറാനായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ തീർക്കുന്നു എന്നുള്ള ന്യൂസൊക്കെ ആ ടൈമിൽ ഉണ്ടായിരുന്നു. യമനിലെ ജൂതർ ജനിതകപരമായും മറ്റുള്ള ജൂതരിൽ നിന്നും തീർത്തും വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ ഇന്നും അതിൻ്റെതായ വേർതിരിവുകൾ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇവരിൽ പൊതുവെ ബാബിലോണിൽ നിന്നുള്ള DNA ഉണ്ടെങ്കിലും ഇവരുടെ DNA അനാലിസിസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇവർ മറ്റുള്ള ജൂതരിൽ നിന്നും തീർത്തും വ്യത്യസ്തരാണെന്നാണ്. ഒരുപക്ഷെ ഒറിജിനൽ ജൂതന്മാർ ആയിരിക്കാം. ഇവർ ഏത് വംശത്തിൽ പെടുന്നു എന്നുള്ളതൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ഈ സബ്ജക്റ്റ് ഇവിടെ തീരുന്നില്ല, ഇത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന് ശുഭപ്രതീക്ഷയോടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.